അടിപൊളി ടേസ്റ്റുള്ളൊരു പാൽക്കപ്പ തയ്യാറാക്കാം. അതിനായി കപ്പ നന്നായി ആദ്യമേ അരിഞ്ഞെടുക്കണം. അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം അടുപ്പിൽ വെച്ച് തിളച്ചതിന് ശേഷം മാത്രം കപ്പ ഇട്ട് കൊടുക്കാം. മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. തിളയ്ക്കുന്നിടം വരെ മാത്രം അടച്ചു വെച്ച് കൊടുത്താൽ മതി. തിളച്ചാൽ ഉടനെ മൂടി മാറ്റി കൊടുക്കണം. കപ്പയ്ക്കൊരു കട്ടുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ്. നീരാവിയിലൂടെ ആ കട്ട് പുറത്ത് പോകണം. അതുപോലെ ധാരാളം വെള്ളം വെച്ച് വേണം കപ്പ എപ്പോഴും വേവിക്കാൻ. വെള്ളത്തിലൂടെയും ആവിയിലൂടെയൊക്കെ അതിനകത്തുള്ള കട്ടുകൾ പുറത്തോട്ട് പൊയ്ക്കോളും. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ കപ്പ ഒരിക്കലും അടച്ചു വെച്ച് വേവിക്കരുത്. തുറന്ന് വെച്ച് തന്നെ എപ്പോഴും വേവിക്കാവൂ. അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് അടച്ചാൽ മതി. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അടപ്പ് മാറ്റിയേക്കണം. ഒരിക്കലും അടച്ചു വെച്ച് വേവിക്കരുത്. നീരാവിയെല്ലാം പുറത്ത് പോകണം. ഇതിന്ന് കുറച്ചെടുത്ത് നമുക്ക് വെന്തോന്ന് നോക്കാം. ഇതിപ്പം നന്നായിട്ട് ഉടയുന്നുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം വാർത്ത് കളയാം. കടുക് തളിക്കാനായിട്ട് ഒരു തവ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നല്ല ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വറ്റൽ മുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റാം. കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്, ചതച്ചിട്ടൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അത് കടിക്കാൻ കിട്ടും. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഈ രണ്ടാം പാലിൽ കിടന്ന് ഒന്നും കൂടി വെന്തൊന്ന് കുറുകി വരും. ഇപ്പോൾ ഇത് ഏകദേശം വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് ചെറിയ തിള വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാൽക്കപ്പ തയ്യാറായിട്ടുണ്ട്. അസാധ്യമായ രുചിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. മറ്റൊരു വിഭവവുമായി വീണ്ടും വരാം. താങ്ക് യു.